സോ 2024 ചത്തുപോയ ഫാഷനെ കുറിച്ചാണ് നമ്മളൊന്ന് പറയുന്നത്. സോ അതിലാദ്യം നിങ്ങൾ എടുത്തു കളയേണ്ടത് ഇതുപോലത്തെ ഗ്രാഫിക് ടീഷർട്സ് ആണ്. സോ ഞാൻ പറയാതെ തന്നെ അറിയാം നിങ്ങൾ അതിട്ടതും ഇതിട്ടതും തമ്മിലുള്ള ഡിഫറൻസ് എത്രത്തോളമാണെന്ന്. നമ്മൾ തീർച്ചയായിട്ടും ഒരു ക്രീപ്പി ലുക്കിലോട്ട് കൊണ്ടുവരും ഇതുപോലത്തെ ഗ്രാഫിക് ടീഷർട്സ്. സോ മാത്രമല്ല ഗൂച്ചി, ലൂയി വിത്തോൺ അതുപോലത്തെ ഒരുപാട് വലിയ വലിയ ബ്രാൻഡ്സിന്റെ ലീൻ്റെ ഒരുമാതിരി ബ്രാൻഡിങ് ഉള്ള ടീഷർട്സ് ഒക്കെ ഒഴിവാക്കാൻ നോക്കുക. കാരണം നിങ്ങളതൊരു വാക്കിംഗ് അഡ്വർടൈസ്മെന്റ് പോലെ കാണിക്കും. സോ ഡോണ്ട് ഡു ദാറ്റ്. സോ ഇതുപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഫാഷൻ അഡ്വൈസ് നിങ്ങൾക്ക് വേറെ ആരും തരില്ല, ഞാൻ മാത്രമേ തരത്തുള്ളൂ. ദാറ്റ്സ് വൈ ഐ ആം ദി ബെസ്റ്റ്. വെൽക്കം ബാക്ക് ടു യൂട്യൂബ്. ദിസ് ഇസ് റിയലി ടൈക്സ്. സോ ന്യൂ ബാലൻസ് എന്ന് പറയുന്നത് 2019 മുതൽ 2023 വരെ വളരെയധികം നല്ല മോഡൽസ് കൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത ബ്രാൻഡാണ്. എടുത്തു പറയുകയാണെങ്കിൽ ന്യൂ ബാലൻസ് 550, ന്യൂ ബാലൻസ് 992, 993, 2002R, 327 ഇതൊക്കെ വളരെയധികം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ബ്രാൻഡാണ്. പക്ഷെ 2024 there is no space ന്യൂ ബാലൻസ്. ഇവ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ അഡിഡാസ് തന്നെയാണ് മാർക്കറ്റിൽ വളരെയധികം ഓളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ സാംബ ആൻഡ് ഗസല്ല. സോ സാംബയിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ഉള്ള, കാരണം സ്റ്റൈലിന്റെ കാര്യത്തിൽ പെർഫെക്റ്റ് ആണ് നമ്മൾ സാംബ എന്ന് പറയുന്നത്. പക്ഷേ കംഫോർട്ടിലോട്ട് വരുമ്പോൾ ഇറ്റ് സക്സ്. ഇത് രണ്ടും കൂടെ ഒത്തു വരുമ്പോഴേ നമുക്ക് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് പീസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ആൻഡ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ് ഗസല്ല എന്ന് പറയുന്നത്. സോ ഞാനൊരു 9th പഠിക്കുമ്പോൾ തൊട്ട് ഈ സാധനം വന്നിട്ടുണ്ട്. അന്ന് എൻ്റെ ഫേവറേറ്റ് പീസ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സിൽ അത് അവൈലബിൾ അല്ലായിരുന്നു അന്ന്. പക്ഷെ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറൈറ്റി ഓഫ് കളേഴ്സിലും വെറൈറ്റി ഓഫ് എഡിഷൻസിലും ഗസല്ല നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അന്നും ഈ ഒരു പ്രൈസ് റേഞ്ചൊക്കെ തന്നെയായിരുന്നു. 4000, 5000 സംതിങ് ആയിരുന്നു അതിൻ്റെ റേഞ്ച് വരുന്നത്. സോ അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അത് മേടിച്ചിരുന്നേനെ. പക്ഷേ ഫെയിറ്റ്. സോ നിങ്ങൾക്ക് ഗസല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന്റെ നല്ലൊരു ലുക്കിലേക്കാണ് ഒനിറ്റിസുക ടൈഗർ. നിങ്ങൾക്കറിയാം നമ്മുടെ ഈ കേക്ക് കിട്ടുന്ന സാധനമാണ് ഒരു വൈറ്റ് ഔട്ട്ഫിറ്റ്സിന്റെ കൂടെ. അതുപോലെ തന്നെ ഇനി ഒനിറ്റിസുക ടൈഗർ ഇഷ്ടപ്പെട്ട് അത് മേടിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ് A6 ജപ്പാൻ എന്ന് പറയുന്നത്. ഒരു 4000 റുപ്പീസിനൊക്കെ അടിപൊളി ക്വാളിറ്റിയും കംഫർട്ടും തരുന്ന ഒരു കിടിലൻ ഷൂ ആണ് A6 ജപ്പാൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. കാണാൻ അതിന്റെ ലൈൻസും കാര്യങ്ങളൊക്കെ ഒനിറ്റിസുക പോലെ തന്നെയാണ്. ബെസ്റ്റ് ചോയ്സ്. ഇനി നേരെ മറിച്ച് നിങ്ങൾക്ക് ഇത് രണ്ടും അഫോർഡ് ചെയ്യാൻ പറ്റില്ല, യു ക്യാൻ ഗോ ഫോർ എ കോപ്പി. സോ നമ്പർ 3 കുറിച്ച് എനിക്ക് കൂടുതൽ ആമുഖമൊന്നും പറഞ്ഞ് നീട്ടാൻ താല്പര്യമില്ല. നമ്പർ 3 എന്ന് പറയുന്ന പ്രിന്റഡ് ഡെനിം പാൻസ് ആണ്, അഥവാ പെയിന്റഡ് ഡെനിം പാൻസ് എന്ന് നമ്മൾ ഇതിന് പറയാറുണ്ട്. സോ ഇതിനെക്കുറിച്ച് എനിക്ക് വളരെ ഇൻഡെപ്ത് ആയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടും എങ്ങനെയാ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും 2020 ഇതിന്റെ ഉത്ഭവം എന്ന് എനിക്ക് തോന്നുന്നത്. അന്നൊക്കെ ആ ടൈമിലൊക്കെ ആകുമ്പോഴാണ് ഞാനത് കണ്ടു തുടങ്ങിയത്. കുറച്ച് പയ്യന്മാരൊക്കെ ഇരുന്ന് പാൻസിൽ അവരായിട്ട് തന്നെ ഡ്രോ ചെയ്ത് ഒരു പേഴ്സണൽ സ്റ്റൈൽ കൊണ്ടുവരുന്ന ഒരു പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മളെല്ലാവരും അത് ഏറ്റെടുത്തതായിരുന്നു. പക്ഷെ 2023 വരെ 2024 വരുമ്പോൾ സോ നിങ്ങളത് എസ്തെറ്റിക് ആണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ല, ഇതൊരു ആസനമാസ്റ്റിക് ആണ്. സോ ഡോണ്ട് ഡു ദാറ്റ്. സോ നമ്പർ 4 എല്ലാവരുടെയും പൊന്നോമന പുത്രനായ ക്രോക്സ്. ഇത് ഞാൻ അവസാനം പറഞ്ഞ ഇത് വലിയ സസ്പെൻസ് ആയതുകൊണ്ടല്ല, കാരണം ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രഷറാവും, ഫുൾ മൂഡ് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ലാസ്റ്റിലോട്ട് വെച്ച് ഇത് ഇട്ടുകൊണ്ട് നടക്കുന്ന തന്നെ എല്ലാവർക്കും മനസ്സിലാവും നമ്മളൊരു ബോധമില്ലാത്തവരാണ്. ഇത് ഇറങ്ങിയ സമയത്ത് ആൾക്കാർ ഇതിനെ വിളിച്ചുകൊണ്ടിരുന്നത് അഗ്ലി സിൻ എന്നായിരുന്നു. കാരണം ഇതിന്റെ ഒരു പ്ലാസ്റ്റിക് ലുക്കും ഒരു അൺവാണ്ടഡ് ബ്രൈറ്റ് കളേഴ്സും ആണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഇറങ്ങിയ സമയത്ത് ഇത് ആർക്കും വേണ്ടായിരുന്നു. അപ്പോഴാണ് ക്രോക്സിന്റെ മാർക്കറ്റിംഗ് ചെയ്ത് വലിയ വലിയ സെലിബ്രിറ്റീസ്, ജസ്റ്റിൻ ബീബർ, പ്രിയങ്ക ചോപ്ര, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ഡെയിലി ബേസിസിൽ അവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെന്നുള്ള രീതിയിൽ അവർ വരുത്തി തീർത്ത് ഒരു ക്യാമ്പയിൻ പോലെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയാസിലൊക്കെ ഫോട്ടോസ് വന്ന് ആൾക്കാർ അങ്ങനെ ഏറ്റെടുത്തൊരു സാധനമാണ് ക്രോക്സ് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ക്രോക്സ് യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നതാണ് ഭയങ്കര കംഫർട്ടാണ് ബ്രോ, കംഫർട്ട്. എന്റെ പൊന്നു മക്കളെ, ഈ സംഭവം മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡനിങ്ങിന്, യാർഡ് വർക്കിന്, കിച്ചൺ വർക്കിന്, ഇങ്ങനത്തെ പരിപാടിക്കാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നേരം നിൽക്കേണ്ടി വരും, നടക്കേണ്ടി വരും, ഇങ്ങനെ ഓരോ ഇഷ്യൂസ് ഉണ്ട്. സോ തീർച്ചയായിട്ടും നമുക്ക് അതിന് വേണ്ടത് കംഫർട്ടാണ്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ക്രോക്സ് എന്ന് പറയുന്നത് സക്സസ്ഫുൾ ബ്രാൻഡ് ആയിരുന്നു. പക്ഷേ ഈ പ്ലാസ്റ്റിക് ലുക്കും അതിന്റെ ഒരു അൺസ്ട്രക്ചേർഡ് ഒരു ഡിസൈനും ഒന്നും ആൾക്കാർക്ക് അന്ന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് നമ്മളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒക്കേഷൻ ആണെന്നോ, കല്യാണമാണെന്നോ, നാളാണെന്നോ, ഔട്ടിംഗ് ആണോ, ഡേറ്റ് ആണോ, ഒരു ഒരു ഭേദമില്ലാതെ എല്ലായിടത്തും നമ്മൾ ഇട്ടുകൊണ്ട് കിടക്കുകയാണ്. ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിസാസ്റ്റർ ആണ്. ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞേ പോവും. സോ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമില്ല. കാരണം 4 കാരണങ്ങളുള്ളൂ, അതങ്ങ് പറഞ്ഞ് തീർത്ത് പോവാം എന്ന് ഞാൻ വിചാരിച്ചു. ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഞാനിത് പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ ഇത് ഇടാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കഴിക്കാനും ചെയ്യാനും ഇടാനും ഒക്കെ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത് തന്നെ.
അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഇഫ് യു വാണ്ട് ടു സ്റ്റേ വിത്ത് ദ ട്രെൻഡ്, പ്ലീസ് അവോയ്ഡ് ദിസ് ഷിറ്റ്സ്. ആൻഡ് ഒരു നന്ദി പറച്ചിലും കൂടെ പറഞ്ഞിട്ട് ഞാൻ പോവാണ്. ലാസ്റ്റ് വീഡിയോ 1 daysനുള്ളിൽ വളരെ ഇതുവരെ ചാനലുണ്ടായതിനേക്കാൾ നല്ലൊരു റെസ്പോൺസ് ആണ് നിങ്ങൾ തന്നത്. വളരെ അധികം നന്ദിയുണ്ട്. ആൻഡ് ദിസ് ഇസ് ബൈ ഫ്രം ശ്രീ.